ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2025 വർഷമാണ്. ഈ വർഷമെങ്കിലും ബ്ലാസ്റ്റേഴ്സിനൊരു നല്ല കാലം വരുമോ, ഒരു എന്തെങ്കിലും നല്ല കാലം കിരീടം ചൂടാൻ സാധിക്കുമോ ഈ വർഷം എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ചാൻസ് ഒന്നുമില്ല, എന്നാലും ഹോപ്പ് അതാണല്ലോ നമുക്കുള്ളത്. ഹോപ്പ്, ഓൺലി ഹോപ്പ്. യാ, കണ്ടുനോക്കാം. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ട്രാൻസ്ഫർ റൂമർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് IFT ന്യൂസ് മീഡിയ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് സെൻട്രൽ ബാക്കിലേക്ക് ഒഡീഷ FCയുടെ 23 വയസ്സുകാരനായ നരേന്ദർ ഗെഹ്ലോട്ടുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടോക്സും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ടോക്കിലാണെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പ്ലെയർ എന്ന് പറയാൻ സാധിക്കുള്ളൂ. മുമ്പ് നല്ല രീതിയിലായിരുന്നു കളിച്ചുകൊണ്ട് ഇരുന്നുണ്ടായിരുന്നത്. ജംഷഡ്പൂർ FCയിലൊക്കെ നല്ലൊരു സീസൺ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഒഡീഷ FCയിലേക്ക് എത്തി. ഒഡീഷ FCയിൽ ഫസ്റ്റ് സീസണിലൊക്കെ അത്യാവശ്യം ചാൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ട് നിൽക്കുകയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് മെയ്യോടെ അവസാനിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീസണിലാണെങ്കിൽ ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്. 73 മിനിറ്റ് ആ മാച്ച് ടൈം മാത്രം പുള്ളിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഒഡീഷ FCക്ക് വേണ്ടിയതായിട്ടും പുള്ളി കളിച്ചിട്ടില്ല. അപ്പോൾ നിലവിലൊരു ഡൗൺ ഗ്രേഡിൽ നിൽക്കുകയാണ്. ബട്ട് 23 വയസ്സുള്ളൂ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. മുമ്പൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്കൊരു ബാക്കപ്പായിട്ട് നമ്മുടെ CBയിൽ അറിയാം, ഇന്ത്യൻ ഡിഫൻസ് ആയിട്ട് ഇപ്പോൾ ഹോർമി പ്രീതമാണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നല്ലൊരു അഡീഷൻ തന്നെയാണ്. ഒരു ബാക്കപ്പായിട്ട് വെക്കാൻ സാധിക്കും. ഹോർമിക്കൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. 23 വയസ്സുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതാദ്യം സൈൻ ചെയ്യുമോ ഇല്ലയെന്നൊക്കെ കണ്ട് തന്നെ അറിയാം. പിന്നെ അതുപോലെ തന്നെ മറ്റു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമർ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആക്റ്റീവായിട്ട് തന്നെ സെർച്ചിങ്ങിലാണ് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് നല്ലൊരു പ്ലെയറിനെ എത്തിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിക്കുന്നുണ്ട്. എൻക്വയറീസും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് വരുന്നത്. അതിൻ്റെ സ്റ്റോപ്പേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ്, അവരുടെ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ ന്യൂസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നടക്കുമെന്നറിയില്ല. ഓൺലി വാഗ്ദാനങ്ങൾ, അതുപോലെ എസ്സേ റൈറ്റിംഗ്, ഓൺലി ടോക്സ് തൊള്ളുകൊണ്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ. അതൊക്കെ നടത്തി കാണിക്കുമ്പോൾ നമുക്കതൊന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും സൈനിങ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.